Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BA സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ മൊഡ്യൂളിലെ അവസാനത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇവനെ കൂടി ഒരു പഠനം. M. ലീലാവതിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതൊരു നിരൂപണ ലേഖനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് വിമർശനത്തിൻ്റെതാണ്. ഇപ്പോൾ മലയാള സാഹിത്യത്തിലെ വളരെ പ്രശസ്തിയായിട്ടുള്ള ആദ്യത്തെ ഒരു സ്ത്രീ വിമർശകയാണ് ഡോക്ടർ M. ലീലാവതി എന്ന് പറയുന്നത്. മലയാളത്തിലെ അനശ്വരനായ പ്രിയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ മരണത്തെ തുടർന്ന് സച്ചിദാനന്ദൻ എന്ന കവി രചിച്ചിട്ടുള്ള കവിതയാണ് ഇവനെ കൂടി. ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇവനെ കൂടി എന്നുള്ള കവിത. ഈ ഒരു കവിതയെക്കുറിച്ച് M. ലീലാവതി എഴുതിയിട്ടുള്ള ഒരു നിരൂപണ ലേഖനമാണ് ഇവനെ കൂടി ഒരു പഠനം എന്ന ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ട്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ആദ്യം തന്നെ ഞാൻ പറയാം കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. അപ്പോൾ അതിൽ ചാപ്റ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ മാക്സിമം ചുരുക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ടെക്സ്റ്റിൽ മുഴുവൻ കണ്ടൻറ് ഉണ്ടല്ലോ എന്ന്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? അതുകൊണ്ടാണ് ഞാൻ ആ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ട് മാക്സിമം എനിക്ക് പറ്റാവുന്ന തരത്തിൽ ഞാൻ ചുരുക്കിയിട്ട് ഈ ഒരു ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ആ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 1, 2, 3 വീഡിയോ കൊണ്ട് തീരാവുന്ന ഒരു ചാപ്റ്റർ അല്ല അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നല്ല സമയമെടുക്കും. പക്ഷേ ഞാനത് ഒരു വീഡിയോ അല്ലെങ്കിൽ പാർട്ടായിട്ട് ഇങ്ങനെ ഇടാൻ തന്നെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എന്തായാലും എക്സാമൊക്കെ ആകുമ്പോഴേക്കും ഞാനൊരു ഗൂഗിൾ മീറ്റ് ക്ലാസ് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും അതിൽ പങ്കെടുക്കുക. അപ്പോൾ അതനുസരിച്ച് ഞാൻ പോയിൻ്റ് വൈസ് ആയിട്ട് ആ ചാപ്റ്റർ മാക്സിമം ചുരുക്കിയിട്ട് പറഞ്ഞുതരാം. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവനെ കൂടി ഒരു പഠനം, അപ്പോൾ ആ ഒരു നിരൂപണ ലേഖനത്തിൻ്റെ ആസ്വാദനക്കുറിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആ കവിതയെക്കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതല്ലേ ഇവനെ കൂടി എന്നുള്ള കവിത. അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വൈലോപ്പിള്ളിയുടെ പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തൊക്കെയാണ് ലീലാവതിയുടെ അഭിപ്രായം എന്ന് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരുടെ മരണത്തിലുള്ള വേദനയെ ഒരു വിലാപ കാവ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന രചനാരീതി മലയാളത്തിൽ കാൽപ്പനികതയുടെ ഘട്ടത്തിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. എന്നാൽ അത്തരം കവിതകൾക്ക് പൊതുവെയുള്ള വിലാപത്തിൻ്റെ പ്രകടനപരമായിട്ടുള്ള സ്വഭാവം പുലർത്താതെ തന്നെ മലയാള സാഹിത്യത്തിനും സാഹിത്യ ചരിത്രത്തിനും വൈലോപ്പിള്ളി ആരായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ മരണം മലയാള കവിതയ്ക്ക് ഉണ്ടാക്കിയ നഷ്ടം എന്താണെന്നും ആവിഷ്കരിക്കുന്ന ഒരു കവിത തന്നെയാണ് സച്ചിദാനന്ദൻ്റെ ഇവനെ കൂടി എന്ന കവിത. യഥാർത്ഥത്തിൽ ഈ കവിതയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് വിശകലനം ചെയ്യുകയാണ് ഇവനെ കൂടി ഒരു പഠനം എന്ന ലേഖനത്തിലൂടെ ഡോക്ടർ M. ലീലാവതി ചെയ്തിരിക്കുന്നത്. ഈ ലേഖനത്തിൽ ലീലാവതി ടീച്ചർ പങ്കുവയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ദർശനങ്ങളിൽ നിലനിൽക്കുന്ന സങ്കല്പങ്ങളിൽ നിന്നാണ് ലീലാവതി ടീച്ചർ ഈ കവിത വായിച്ചു തുടങ്ങുന്നത് തന്നെ. അതായത് മരണം ഒരു യാഥാർത്ഥ്യമാണ്, എങ്കിലും അത് എല്ലാത്തിൻ്റെ അവസാനമൊന്നുമല്ല. ഇപ്പം മഹത് വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ അന്ത്യയാത്രയ്ക്ക് മുമ്പായിട്ട് അവരുടെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ജീവിച്ചിരിക്കുന്നവരിലേക്ക് വിലയിപ്പിക്കും. അതായത് ഇപ്പോൾ കവികളോ അല്ലെങ്കിൽ കഥാകൃത്തുക്കളൊക്കെ ആണെങ്കിൽ അവരുടെ മനസ്സും അതുപോലെ തന്നെ അവരുടെ ചിന്തകളൊക്കെ എഴുത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ അവരുടെ വാക്കുകളും സൃഷ്ടികളും ഒക്കെ ജീവിക്കുന്ന മാതൃകകളായിട്ട് മാറും. അങ്ങനെ അവരിലൂടെ പിൻതലമുറക്കാരിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എഴുത്തുകാർ, ഇപ്പോൾ ഒരു കവികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ കഴിവുകൾ അവരുടെ എഴുത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അത് വായിച്ചിട്ട് അവരുടെ പിൻതലമുറക്കാർ അതേ ഒരു പാത പിന്തുടർന്ന് വരികയും ചെയ്യുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉപനിഷത്തുകൾ മുതൽ കുമാരനാശാൻ വരെയുള്ള മഹത് ജീവിതങ്ങൾ നൽകിയ പന്തങ്ങൾ ഇടശ്ശേരിയുടെയും വൈലോപ്പിള്ളിയുടെയും തലമുറ സച്ചിദാനന്ദൻ്റെ തലമുറയ്ക്ക് കൈമാറിയതായിട്ടാണ് പ്രൊഫസർ M. ലീലാവതി പറയുന്നത്.
അതായത് ഇപ്പോൾ ഉപനിഷത്തുകൾ മുതൽ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ എഴുത്തുകാർ, അതായത് ആദ്യത്തെ കവികൾ, അങ്ങനെയുള്ള പ്രശസ്തരായ വ്യക്തികൾ, ഉപനിഷത്തുകൾ മുതൽ കുമാരനാശൻ വരെയുള്ള മഹത് ജീവിതങ്ങൾ, അവർ നൽകിയിട്ടുള്ള അറിവിൻ്റെ പന്തങ്ങളുണ്ടല്ലോ, ആ പന്തങ്ങൾ നമ്മളിങ്ങനെ അനന്തര തലമുറയ്ക്ക് കൈമാറി വരികയാണ്. അപ്പോൾ ആ ഒരു പൈതൃകത്തിൻ്റെ ജ്വാല ഇവനെ കൂടി എന്ന കവിതയിലും ഉണ്ട് എന്നാണ് ലീലാവതി ടീച്ചർ പറയുന്നത്. അതായത് ഇപ്പോൾ വൈലോപ്പിള്ളി കൊടുത്തിട്ടുള്ള ആ അറിവിൻ്റെ ജ്വാല സച്ചിദാനന്ദനിലും കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 2 വരികൾ കൊടുത്തിട്ടുണ്ട്. ഏറുന്നു വീണ്ടും നമ്മൾ ഒഴിച്ച പിശാചുക്കൾ, കാവിയിൽ വെളുപ്പിൽ ആത്മാക്കൾക്ക് വിലപേശി എന്നാണ് ആ വരികൾ. അപ്പോൾ ഈ വരികൾ ഈ മഹാപൈതൃകത്തിൻ്റെ നിഷേധമല്ലേ എന്ന സംശയത്തെ അവർ നിഷേധിക്കുന്നുണ്ട്. കാവിയിലും വെളുപ്പിലും പ്രത്യക്ഷപ്പെടുന്ന പിശാചുക്കൾ ആ പൈതൃകത്തിലെ മഹിത ഘടകങ്ങളുടെ പ്രതിനിധികളാണെന്നാണ് ലീലാവതി ടീച്ചറുടെ നിലപാട്. അതായത് മരിച്ചു പോയവരുടെ ആത്മാക്കൾ, അവരെന്ന് പറയുന്നത് അവർ വെറും ഒരു പിശാചുക്കളോ അല്ലെങ്കിൽ അവരൊരു ആത്മാക്കളോ അല്ല, അവരെന്താണ്, പൈതൃകത്തിലെ മഹിത ഘടകങ്ങളുടെ പ്രതിനിധികളാണ്. അതുപോലെ തന്നെ വൈലോപ്പിള്ളിയുടെ കാവ്യലോകത്തെ നാടിൻ്റെ സ്വർണ്ണക്കിണ്ണമായിട്ട് കണ്ട് അതിനെ വാനിൽ, അതായത് ആകാശത്ത് തിളങ്ങുന്ന പൂർണ്ണചന്ദ്രനായിട്ട് പുനർജനിക്കുന്ന പ്രതിരൂപമായിട്ട് ഇവിടെ സ്മരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സച്ചിദാനന്ദൻ്റെ കവിതയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് സച്ചിദാനന്ദനിൽ വന്നു ചേർന്നത് എന്ന് ലീലാവതി ടീച്ചർ അന്വേഷിക്കുന്നുണ്ട്. കാരണം വൈലോപ്പിള്ളിക്ക് അങ്ങനെ ഒരു ദിവാസ്വപ്നം ഉണ്ടായിരുന്നതായിട്ട് അവർ സൂചിപ്പിക്കുകയാണ്. മാനത്ത് അമ്പളിമുറ്റത്ത് സ്വർണ്ണക്കിണ്ണമായി വന്നു കിടന്ന് വിശുദ്ധാത്മാക്കളുടെ പട്ടിണി തീർക്കുമെന്ന ഈ ഒരു സങ്കല്പത്തിൻ്റെ സൗന്ദര്യാത്മകതയെ തള്ളിപ്പറയാൻ കഴിയാത്തതുകൊണ്ടാണ് സച്ചിദാനന്ദൻ്റെ കവിതയിൽ ഈ ഒരു സ്മരണ പുനർജനിയുടെ പ്രതിരൂപമായി കടന്നു വരുന്നത്. ഏകജീവിത അനശ്വരഗാനം പാടിയ കവിയെ അനുസ്മരിപ്പിക്കുന്നതിന് ഏറ്റവും ഉചിതമായ പ്രതിരൂപമായിട്ട് ലീലാവതി അതിനെ കാണുന്നു. എല്ലാം ഉരുക്കി വാർക്കാനും പൊളിച്ചു പണിയാനും വേണ്ടിയുള്ള ഒരു ഇച്ഛയാണ് സച്ചിദാനന്ദൻ എന്ന കവിയുടെ പ്രാണൻ എന്ന് ലീലാവതി ടീച്ചർ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് രൂപപരിണാമ പ്രതിരൂപങ്ങളെയും പുനർജനി സങ്കല്പങ്ങളെയും അദ്ദേഹത്തിൻ്റെ കവിതയിൽ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. അതായത് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാൻ സാധിക്കും. തുല്യമായ ദുഃഖത്തെ ആവിഷ്കരിച്ചിട്ടുള്ള മുൻകാല കവികളുടെ സമാന സ്വപ്നത്തിൻ്റെ വർണ്ണത്തെയും ഗന്ധത്തെയും കവി ആവാഹിക്കുന്നു. അങ്ങനെയാണ് ചന്ദ്രൻ്റെ ചിരി എന്ന കവിതയിൽ വൈലോപ്പിള്ളി ഉപയോഗിച്ച പൂർണ്ണചന്ദ്രൻ ഒരു സ്വർണ്ണക്കിണ്ണമായിട്ട് മുറ്റത്ത് അവതരിക്കുകയും വീണ്ടും അത് അമ്പിളിയായ ആകാശത്തേക്ക് ഉയരുകയും ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഇവനെ കൂടി എന്ന കവിതയിലെ ബിംബകൽപ്പനകൾ. അതിനെല്ലാം തന്നെ വളരെ ഉദാത്തമായൊരു സൗന്ദര്യമാണ് ഉള്ളത്. ഹേമബന്ധത്താൽ മെലിഞ്ഞ കൈകൾ നീട്ടി എന്ന കൽപ്പനയിൽ നീളാനദിയെ ഉമാരൂപിണിയായ മാതാവായിട്ടും കൈരളിയായിട്ടൊക്കെ സങ്കല്പിക്കുന്നുണ്ട്. വൈലോപ്പിള്ളിയിൽ എക്കാലത്തും തപശക്തി കൊണ്ട് പതിയെ നേടിയ ഒരു സ്ത്രീത്വത്തെക്കുറിച്ചുള്ള സങ്കല്പം ഉണ്ടായിരുന്നു. അത് സാവിത്രി എന്ന കവിതയെ ഉദാഹരണമായിട്ട് വ്യക്തമാക്കിക്കൊണ്ട് ലീലാവതി ടീച്ചർ ഇവിടെ നിരീക്ഷിക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ നിളാനദിയിൽ ലയിക്കണം എന്ന വൈലോപ്പിള്ളിയുടെ ആഗ്രഹത്തിലും നിളയെ ഉമയായി കാണുന്ന അബോധവാസന പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് കാണാം. അപ്പോൾ ഇവിടെ പറയുന്നത് ബിംബകൽപ്പനകൾക്ക് ഉദാഹരണമായിട്ടുള്ള കാര്യമാണ്. അതായത് കൈരളിയായിട്ടും അതുപോലെ നിളാനദിയായിട്ടും സങ്കല്പിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇതൊന്നൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു രക്ഷാപിതൃ സത്തയെ വൈലോപ്പിള്ളി സ്വപ്നം കണ്ടിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് പുത്രസങ്കടം സഹിക്കാത്ത സഹ്യൻ, ദേവതാത്മാവായ ഹിമാലയം ഇവ രണ്ടിനെയും ഏകീഭവിപ്പിച്ച്, അതായത് ഒരുമിപ്പിച്ച് ചേർത്ത് രക്ഷാപിതൃ സത്തയെ സച്ചിദാനന്ദൻ അതിലേക്ക് ആവാഹിക്കുന്നു എന്ന് പറയുന്നത്. അതിലൊരു പ്രത്യേക ഔചിത്യം തന്നെ ഉണ്ടെന്നാണ് ലേഖിക അഭിപ്രായപ്പെടുന്നത്. കാരണം വൈലോപ്പിള്ളിയുടെ ആ ഒരു കഴിവാണ് സച്ചിദാനന്ദൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻഗാമികളായ കവി പ്രതിഭകൾ ദേവതാത്മാവായ ഹിമവാനിലൂടെ ഏക മഹാപിതൃസത്തയായി വന്ന് നെറ്റിയിൽ ചുംബിച്ച് സാന്ത്വനിപ്പിക്കുന്ന ഉദാത്തമായ മുഹൂർത്തം ഈ സച്ചിദാനന്ദൻ്റെ കവിതയിലുണ്ട്. വൈലോപ്പിള്ളിയുടെ ഭാവഗൗരവം സൂചിപ്പിക്കുന്ന വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഞ്ചാരി മേളത്തിന് ചെവിയാട്ടിട്ടുമാലിൻ ചോട്ടിലെ പൂരക്കാറ്റിൻ്റെ തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ടുള്ള അന്തിമാഭിവാദനവും പുനർജനി നൂണെത്തുന്ന നിലാവിൻ്റെ ആട കൊണ്ട് തിരുമുഖം മൂടി കണ്ണൊപ്പുന്ന ധനുരാവിൻ്റെ തേങ്ങലും എന്നീ വരികളിലൂടെ ആ രംഗത്തിനൊരു പ്രത്യേക ഭാവഗൗരവം കൂടി ഇവിടെ നൽകുന്നുണ്ട്.
സാധാരണ ഇപ്പോൾ ഈ പരേതന്മാരുടെ കവിതകളുടെ പേരുകളൊക്കെ കാവ്യമാലയായി സൂചിപ്പിക്കുന്ന വിലാപകാവ്യങ്ങളിലെ ഒരു പതിവ് രീതി അത് ഇവിടെ ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ ഇമേജുകളും ഭാവസാന്ദ്രമാണ്. അതുപോലെ വൈലോപ്പിള്ളിയുടെ കാക്കച്ചിറകിൽ സൂര്യോത്സവം ദർശിച്ച വ്യത്യസ്തതയോട് ആത്മീയ ആകർഷണം തോന്നിയതുകൊണ്ടാണ് കറുത്ത സൂര്യൻ എന്ന സച്ചിദാനന്ദൻ അവിടെ എഴുതിയിരിക്കുന്നത്. വൈലോപ്പിള്ളി കവിതയിലെ ഭാവ പൈതൃകത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കുന്നതാണ് നിളയെയും കൈരളിയെയും സമന്വയിപ്പിക്കുന്ന രൂപകധ്വനി. അകം കവിതകൾ, നാടൻ പാട്ടുകൾ, കിളിപ്പാട്ട്, തുള്ളല്, നളചരിതം, ഇടശ്ശേരി കവിതകൾ എന്നിങ്ങനെ മലയാള കവിതയുടെ ചരിത്രത്തിൽ സച്ചിദാനന്ദൻ അനുസ്മരിക്കുന്ന ഘട്ടങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വൈലോപ്പിള്ളി കവിതയുടെ ഭാവതലത്തിന് എന്തിനോടൊക്കെയാണ് ബന്ധമുള്ളത് എന്നതിനെ സംശയിച്ചുള്ള സച്ചിദാനന്ദൻ്റെ അഭിപ്രായം കൂടിയാണ്. ഈ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന മട്ടിൽ നിളാനദിയുടെ ഭൂമി സ്ഥിതിപരമായ തലങ്ങൾ കവിതയിൽ ഇണക്കി ചേർക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഭാവധ്വനിയും അലങ്കാരധ്വനിയും കൂടി ചേർന്നിരിക്കുന്നു എന്ന് ലീലാവതി ടീച്ചർ ചൂണ്ടിക്കാണിക്കുകയാണ്. വൈലോപ്പിള്ളിയുടെ കാവ്യരചന കർമ്മത്തെ വർണ്ണിക്കുമ്പോൾ സച്ചിദാനന്ദൻ പ്രാധാന്യം കൊടുക്കുന്നത് ആത്മബലി പ്രരൂപത്തിനാണ്. കവിതാരചന എന്ന് പറയുന്നത് ആത്മബലിയോ അല്ലെങ്കിൽ ആത്മബലി കർമ്മത്തിന് തുല്യമായ ഒരു വൈകാരിക അവസ്ഥ അനുഭവിക്കുന്ന അനുഷ്ഠാനമോ ആകണം എന്ന് വൈലോപ്പിള്ളി കരുതിയിരുന്നു. ഇത് അംനസിസ് എന്ന് വിളിക്കുന്ന മതാനുഷ്ഠാന കർമ്മം പോലെയാണ്. അപ്പോൾ ഈ ഒരു കർമ്മം അല്ലെങ്കിൽ ഈ ഒരു അനുഷ്ഠാന കർമ്മത്തെ ഗ്രീസിൽ കഥാർസിസ് എന്നാണ് വിളിച്ചിരുന്നത്. ആത്മാവിലെ കറകൾ കഴുകിക്കളയുക എന്നതാണ് ഈ അനുഷ്ഠാനത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്. ദുരന്ത നാടകം കൊണ്ടുണ്ടാക്കുന്ന ആത്മവിമലീകരണത്തെ സൂചിപ്പിക്കാൻ അരിസ്റ്റോട്ടിലാണ് ഈ ഒരു പദം ഉപയോഗിച്ചത്. സമുദായ മനസ്സിൻ്റെ സംസ്കാര ശുദ്ധി സംരക്ഷിക്കേണ്ടവരാണ് കവികൾ എന്ന് വിശ്വസിക്കുന്ന പാരമ്പര്യത്തിൽപ്പെടുന്ന ആളാണ് ആര്? വൈലോപ്പിള്ളി എന്ന് പറയുന്നത്. സച്ചിദാനന്ദനും അതേ കൂട്ടത്തിൽ പെടുന്ന ആളായതുകൊണ്ടാണ് കവിതയിൽ ഈ ഒരു ഊന്നൽ അവിടെ പ്രധാനമായിട്ട് വന്നത്. അതായത് ഈ കഥാർസിസ് പോലെയുള്ള ഈ ഒരു അനുഷ്ഠാനത്തിന് ഊന്നൽ വന്നത്. പീഡിത തത്വം ഏറ്റുവാങ്ങുക, പീഡകത്വത്തോടുള്ള ഇളവില്ലാത്ത യുദ്ധത്തിൽ ഏർപ്പെടുക എന്നിങ്ങനെയുള്ള ബലിപ്രരൂപത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് ഇവനെ കൂടിയിലെ 2-3 ഖണ്ഡങ്ങളിലായിട്ട് കാണാൻ സാധിക്കുക. 8 കെട്ടുകൾ കത്തുന്ന പട്ടട വെന്നീരിൽ തൻ്റെ നെല്ലിക്ക് നീർക്കോരുവാൻ നിൽക്കുന്നവൻ. ഇവിടെ നെല്ലി എന്ന് പറയുന്നത് കഴിക്കുന്ന സത്യങ്ങളെ കൊണ്ട് സൗന്ദര്യം വിളയിപ്പിച്ച കവിത എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് വളരെ കഷ്ടപ്പാടുള്ള അല്ലെങ്കിൽ നമുക്ക് കേട്ടാൽ കയ്പ് തോന്നിക്കുന്ന സത്യങ്ങളെ കൊണ്ട് സൗന്ദര്യം വിളയിപ്പിക്കുന്ന കവിത എന്നാണ് അർത്ഥമാക്കുന്നത്. കണ്ണീർ പാടം ഉള്ളം കയ്യിൽ എടുത്ത് ആചമിച്ചവൻ, നാളെ കുഞ്ഞുങ്ങൾക്ക് അമൃതാകാൻ വേണ്ടി, കുടിയൊഴിഞ്ഞവരുടെ വേവിന് ആൽത്തണലാകാൻ വേണ്ടി, തടവറ കിണ്ണത്തിൽ ഇന്നിൻ കാഗോളമുണ്ണുന്നവൻ. അതായത് സമൂഹത്തിലെ കർത്തവ്യം അനുഷ്ഠിക്കാനുള്ള കവിതാരചനയുടെ പേരിൽ കവി ഏകാന്തതയും തടവറയും വരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. വ്യക്തിപരമായ ദുഃഖങ്ങളുടെയും പീഡിതമായിട്ടുള്ള ദുഃഖങ്ങളെയെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവനെ കൂടി എന്ന കവിതയിലെ അവസാനത്തെ ആറാട്ടിനെ കുറിച്ചുള്ള വർണ്ണനയിൽ കവി ചെയ്തു തീർത്ത യുദ്ധങ്ങളുടെ വൈവിധ്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. പീഡകരോട് പൊരുതാനായിട്ട് വാളും ഓണവില്ലും ഒരുപോലെ ഉപയോഗിക്കുന്ന മലദൈവത്തിൻ്റെ വിരുദ്ധ ഭാവങ്ങളെ സച്ചിദാനന്ദൻ ഉചിതമായ ബിംബങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നു. കാവ്യപുരുഷനെ അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ വിഷുഫലം രേഖപ്പെടുത്തുമ്പോൾ സംക്രമ പുരുഷനെ വർണ്ണിക്കുന്ന ശൈലിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. കയ്പവല്ലരി, കൊടി, ഹംസത്തിന് പകരം കടൽ കാക്ക, വാഹനം, കനലാടിയിൽ നൃത്തം, വചനമാണ് അന്നം തുടങ്ങിയിട്ടുള്ള കൃതികൾ ഉദാഹരണമാണ്. ഓണവില്ലും ഓടക്കുഴലും ഒരുപോലെ ആയുധമാക്കിയ ഈ വൈലോപ്പിള്ളി അകമുറകളും അടവുകളും മരുമക്കൾക്ക് അതേപോലെ വഴങ്ങുന്നവയല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നത് സച്ചിദാനന്ദനാണ്. എന്തുകൊണ്ട് ഓണവില്ലും ഓടക്കുഴലും തങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്നതിനും കത്തിയും വാളും ദ്രംഷ്ടയും നെറ്റിക്കണ്ണും തങ്ങളുടെ ആയുധങ്ങളായി തീരുന്നത് എന്തുകൊണ്ടാണ്, ഇതിനൊക്കെയുള്ള ഉത്തരാണ് 5-ാമത്തെ ഖണ്ഡത്തിൽ കൊടുത്തിരിക്കുന്നത്. ധനമതവും മതമതവും അധികാരമതവും, മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം കേട്ടോ, തങ്ങളുടെ ഓടക്കുഴലും ഓണവില്ലും തട്ടിപ്പറിച്ചെടുത്തിരിക്കുകയാണ്. ആ ഒരു ഏറ്റുപറച്ചിൽ അടങ്ങിയിട്ടുള്ള വേദന ആ വലിയ കവിക്ക് തിരിച്ചറിയാൻ കഴിയും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പൊതുവെ മണ്ണടിയാൻ വിധിക്കപ്പെട്ട ചരമ കവിതകൾക്കിടയിൽ ഇവനെ കൂടി എന്ന ശ്രേഷ്ഠ കവിതയുടെ ആകാശത്തിലേക്ക് സ്വർണ്ണ കിണ്ണത്തോടൊപ്പം ഉയർന്നിരിക്കുന്നു എന്ന് ലീലാവതി പ്രസ്താവിക്കുകയാണ്.
ഇതൊരു നല്ല കവിതയായിട്ട് നമുക്ക് തോന്നുന്നത് അതിലെ വാക്കുകളിലെ ചൈതന്യം കൊണ്ടാണ്. ഒരു തരത്തിലുള്ള സ്വാധീനങ്ങൾക്കും വിധേയനാവാതിരുന്ന അതീശ അക്രമങ്ങളോട് പൊരുതി നിന്ന ഒരു പടയാളി ആയിരുന്നു വൈലോപ്പിള്ളി. ആ കവിയെ ഓർത്ത് ചിതയിൽ പൊട്ടുന്നതെന്നാടിൻ്റെ നട്ടെല്ലല്ലോ എന്ന് ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായ സച്ചിദാനന്ദൻ എന്ന കവി വിളിച്ചറിയിക്കുമ്പോൾ അതേറ്റുവിളിക്കാൻ ആയിരങ്ങളുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ലീലാവതി ടീച്ചർ തൻ്റെ കാവ്യ വിശകലനം അവസാനിപ്പിക്കുന്നത്. മഹാപിതൃ പ്രരൂപം, രൂപാന്തര പ്രാപ്തി പ്രരൂപം, ആത്മബലി പ്രരൂപം എന്നിങ്ങനെ ഇന്ത്യൻ സാമൂഹിക ബോധത്തിൽ നിലീനമായി കിടക്കുന്ന പ്രരൂപങ്ങൾ വൈലോപ്പിള്ളി കവിതയിൽ കണ്ടെത്തുന്ന ലീലാവതി ടീച്ചർ സച്ചിദാനന്ദൻ്റെ ഈ കവിതയിൽ ആ പ്രരൂപങ്ങൾ എങ്ങനെയാണ് കടന്നു വന്നിട്ടുള്ളത് എന്ന് വിശദമാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം അതിൽ സച്ചിദാനന്ദൻ വിജയിക്കുന്നതിന് കാരണമായി ലീലാവതി ടീച്ചർ കണ്ടെത്തുന്നത് പൂർവ്വ കവികളിൽ നിന്നും സച്ചിദാനന്ദനിലേക്ക് പകർന്നിട്ടുള്ള പൈതൃകത്തിൻ്റെ ഊർജമാണ്. വൈലോപ്പിള്ളിയുടെ രചനകളെ സംബന്ധിച്ച അഗാധ ജ്ഞാനത്തിൽ നിന്നാണ് ഇവനെ കൂടി എന്നൊരു കവിത പിറക്കുന്നത്. സ്മരിക്കപ്പെട്ട കവിയെ പോലെ സ്മരണാഞ്ജലി അർപ്പിച്ച കവിയെയും ആഴത്തിൽ മനസ്സിലാക്കിയതിൻ്റെ കരുത്ത് ലീലാവതി ടീച്ചറുടെ നിരൂപണത്തിൽ കാണാം. രണ്ട് കവികളുടെയും ഭാവുകത്വപരമായ സവിശേഷതകൾ, കവനകർമ്മത്തിൻ്റെ പ്രത്യേകതകൾ, ബിംബകൽപ്പനകൾ, കാവ്യരൂപകങ്ങൾ, അലങ്കാരധ്വനികൾ, ഭാവതലങ്ങൾ, മലയാള കവിതാ ചരിത്രത്തിൽ രണ്ടുപേരുടെയും സ്ഥാനം എന്നിവയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളാൽ സമ്പന്നമാണ് ഈ പ്രബന്ധം. ഓക്കെ ഡിയേഴ്സ്, ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ കുറച്ച് ലെങ്തി ആയി പോയി, കാരണം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഈ ഒരു ചാപ്റ്റർ ഒതുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, വേറൊന്നുമല്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.